നമ്മളിന്നൊരു മീൻ കറി വയ്ക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 600 ഗ്രാം മീൻ എടുത്തിട്ടുണ്ട്. ഒരു കട്ടി മീനാണ്. അത് നെയ്മീനോ അല്ലെങ്കിൽ ചൂരയോ കാളാഞ്ചിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ടൈപ്പ് മീൻ. 600 ഗ്രാം മീനുണ്ട് ഇവിടെ. അതിന് വേണ്ട സാധനങ്ങൾ ഐറ്റംസാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഇത് കടുക് വറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ്. ഉള്ളി ഞാൻ നേരത്തെ അരിഞ്ഞു പോയി. ഒരു 5-6 കഷ്ണം 5-6 ബട്ടൺ ഒണിയനാണ് വേണ്ടിയത്. അതിന് വേണ്ടിയിട്ട് അത് ഞാൻ അരിഞ്ഞു പോയി. അതുപോലെ ഇത് 2 കഷ്ണം ഇഞ്ചി, ഒരു 3 ഇഞ്ച് കാണും ഇഞ്ചി, അത് അരിയാനുള്ളതാണ്. അതുപോലെ വെളുത്തുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി വേണം. 4-5 അല്ലി വെളുത്തുള്ളി. ഉലുവ, ഒരു 1/2 സ്പൂൺ ഉലുവ. അതുപോലെ ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. മുളക് പൊടി, കാശ്മീരി മിർച്ചി, ഒരു 4 ടീസ്പൂണ് കാശ്മീരി മിർച്ചി, 3 ടീസ്പൂണ് സാധാരണ മുളക് പൊടി ആണ് എടുത്തു വച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ ചെറിയ 3-4 ബട്ടൺ ഒണിയനും, അതുപോലെ ഒരു 1/2 ടീസ്പൂണ് ജീരകവും, ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും. ഇത് ഒരുമിച്ചൊന്ന് മിക്സിയിലൊന്ന് ചാലിച്ച് അരച്ചെടുക്കണം. അതുപോലെ അതിനാവശ്യമായിട്ടുള്ള പുളിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതൊരു 4-5 ഏതള് പുളിയുണ്ട്. അത് ഞാൻ കഴുകി നല്ല വെള്ളത്തിൽ എടുത്ത് വെച്ചിരിക്കുകയാണ് കുതിരാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ അതുപോലെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പില നമുക്ക് ഉപയോഗിക്കാം. കുറച്ച് ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ ഇവിടെ കടുകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് മിക്സിയിൽ ചാലിച്ചെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ആദ്യം ഒരു സ്വല്പം വെള്ളം അങ്ങോട്ട് ചേർക്കാം നമുക്ക്. ഇതിവിടെ ഇപ്പോൾ ആയിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ ചാലിച്ചെടുത്ത മുളക് പൊടിയാണിത്. അതുപോലെ ഇഞ്ചി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് അടുത്ത കടുക് വറുക്കാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അത് നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കാൻ പോവുകയാണ് ഞാൻ. അതിനുവേണ്ടി ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് ആവശ്യമാണ്. ഇവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ എടുത്തു വെച്ചിരുന്ന കടുക് ആദ്യം ഇടുകയാണ്. 1/2 ടീസ്പൂൺ കടുക്.
കടുക് പൊട്ടിക്കഴിയുമ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 2 ടേബിൾ സ്പൂൺ കാണും. അത് ഒരു ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ 2, അത്ര 2 ടേബിൾ സ്പൂൺ കാണും. അതുപോലെ ഒരുവിധം അത് മൂത്ത് വരണം. ഇതിപ്പോൾ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. മൂത്ത് വരുമ്പോൾ ഈ ഇഞ്ചി ഇടുന്നു. അതൊരു 1.5 ടേബിൾ സ്പൂൺ കാണും. അതിൻ്റെ വെളുത്തുള്ളി 2-3 അല്ലി വെളുത്തുള്ളി അത് അരിഞ്ഞ് വെച്ചിരുന്നു. ബാക്കി ആ ഉലുവ ഞാനിവിടെ മാറ്റി വയ്ക്കുകയാണ്. ഇതിപ്പോൾ ഒരുവിധം മൂത്ത് വരുന്നുണ്ട്. ഒത്തിരി അങ്ങ് മൂക്കുകയൊന്നും വേണ്ട. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഒത്തിരി മൂക്കണ്ട. അതുപോലെ ചുവന്നുള്ളി അങ്ങനെ ഒത്തിരി അങ്ങ് മൂക്കുകയൊന്നും വേണ്ട. ഇപ്പോൾ ഒരുവിധം ഒന്ന് മൂത്തെല്ലാം വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ എടുത്ത് വെച്ച് ഒരല്പം കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില എൻ്റെ ഇവിടെ അങ്ങനെ തണ്ടായിട്ട് കാണിക്കാനില്ല. ഒരു സ്വല്പം കറിവേപ്പില അതിനകത്ത് ഇടുന്നു. അതിനുശേഷം ഞാൻ എടുത്ത് വെച്ചിരുന്ന അരപ്പ് ഇപ്പോൾ ഒഴിക്കാൻ പോവുക. തീ ഒന്ന് കുറച്ച് വെക്കണം. അപ്പം ഇത് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും. കുറച്ച് വെച്ചിട്ട് സിമ്മേ വെച്ചിട്ട് അരപ്പങ്ങ് ഒഴിക്കുക. ഇനി നമുക്ക് തീ കൂട്ടി വയ്ക്കാം. ഇപ്പം ഇച്ചിരി ശകലം വെള്ളം കൂടി ഒഴിച്ച് അതെല്ലാം കഴുകി, ആ അരപ്പെല്ലാം കഴുകി ഇതിൽ തന്നെ ഒഴിക്കുക. ഈ അരപ്പ് മൂത്ത് വരുന്നവരെ നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒത്തിരി അങ്ങ് മൂക്കുകയൊന്നും വേണ്ട. ഒരു സൈസ് കൊമളയായിട്ട് വരുന്ന ഒരു സമയമുണ്ട്. അതെ, അത് കണ്ടോ, കൊമളയായിട്ടത് ഇങ്ങനെ വരും. അപ്പോഴതങ്ങ് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക്. മൂത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മീൻ കറി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മൺചട്ടി എടുത്ത് അതെല്ലാം ഞാനിവിടെ കുതിർത്ത് വെച്ചിരുന്നതായിട്ടുള്ള ആ പുളി ഉണ്ടല്ലോ, ആ പുളി ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. അത് ഒന്ന് മുറിച്ച് പകുതിയായിട്ടൊക്കെ ഒന്ന്, വലിയ കഷ്ണമാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിക്കണം. ശകലം കറിവേപ്പിലയും കൂടെ നമുക്കതിലേക്കിടാം. പിന്നെ ഇവിടെ എടുത്തു വെച്ചിരുന്നതായിട്ടുള്ള മീൻ ഞാനിവിടെ ഇതിനകത്ത് നിരത്താൻ പോവുകയാണ്. ഓരോന്നോരോന്നായിട്ട് അതിനകത്ത് നമുക്ക് നിരത്താം. അതിനുശേഷം നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ ഇച്ചിരി തിക്നെസ് കുറഞ്ഞിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്കതങ്ങ് ഒഴിക്കാം.
ഇത് നകക്ക വെള്ളം നമുക്ക് ആവശ്യമാണ്. അതിനെയൊക്കെ ഇങ്ങോട്ട് കാണിക്കും. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുകയാണ്. കുറേ നകക്ക വെള്ളം ആവശ്യമാകും നമുക്ക്. ഇതിപ്പം മതിയാകും. ഇത് നകക്ക വെള്ളമായി. ഞാൻ ഉപ്പ് ഇതുവരെയും ചേർത്തിട്ടില്ല. ഉപ്പിട്ടാണ് ഞാൻ ഈ മീൻ കഴുകിയത്. അപ്പോൾ ശകല ഉപ്പൊക്കെ അതിനകത്ത് കാണും. ഇപ്പം ഉപ്പ് ഞാൻ ചേർക്കുന്നില്ല. ഞാൻ പറയാം എപ്പോൾ ഉപ്പ് ചേർക്കണമെന്ന് പറയാം. അതുപോലെ ഉലുവാപ്പൊടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം ഞാൻ പറയാം. ഇപ്പോൾ ഇത് മീൻകറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മീനൊന്ന് കറക്കി കൊടുക്കണം നമ്മൾ. അതിന് ശേഷം ഒരു ഉപ്പിട്ടിട്ടില്ലായിരുന്നല്ലോ, ഞാനിപ്പോൾ ഉപ്പിടാൻ പോകുന്നത്. ഒരു 2 ടീസ്പൂൺ ഉപ്പ് ഇങ്ങോട്ട് ചേർക്കാം നമുക്ക്. ഇത്രയും നിൽക്കട്ടെ. 2 ടീസ്പൂണ്. അതുപോലെ ഇവിടെ വെച്ചിരുന്ന ഉലുവാപ്പൊടി ഒരു അര ടീസ്പൂൺ ഉലുവാപ്പൊടി, അതും കൂടെ നമുക്ക് മീനെ വട്ടത്തിൽ ചേർക്കാം. അതിനുശേഷം ഒരു കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് അത് ചേർക്കാം. നല്ല രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഇവിടെ ഞാൻ ചേർക്കുകയാണ്. നല്ലൊരു രുചിക്ക് വേണ്ടിയാണ്. വീണ്ടും നമുക്കിതൊന്ന് കറക്കി കൊടുത്തിട്ട് തീ കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. തീ നമുക്ക് ഒരു പകുതി കുറച്ച് വയ്ക്കാം. തീരെ സിമ്മിലും ആക്കല്ലേ, എന്നാൽ ഒത്തിരി കൂടിയും ആകരുത്. ഒരു പകുതിയാക്കി അങ്ങ് വെച്ചേക്കാം. എന്നിട്ട് പകുതിയാക്കി വെച്ചു. ഇനി ഒരു അടപ്പ് വെച്ച് നമുക്ക് ഒരു ഫുള്ളടയ്ക്കല്ല, ഒരു ശകലം തുറന്നിരിക്കണം. ഒരു അരമണിക്കൂർ വേവുകയാണ്. ഞാൻ ഈ മീൻ എത്ര ഉണ്ടെന്ന് പറയാൻ മറന്നുപോയി. ഞാൻ 600 ഗ്രാം മീനായിരുന്നു എടുത്തിരുന്നത്. അത് ഒരു അരമണിക്കൂറെങ്കിലും വേണം ഇത് ആയി കിട്ടാൻ. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഒന്ന് കറക്കി ഒന്ന് കൊടുക്കണം. എന്നിട്ട് ഈ അടപ്പ് അങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇടയ്ക്കൊന്ന് നോക്കിക്കണം. നമുക്ക് ഈ മീൻ എവിടെ വരെ ആയെന്നൊന്ന് നോക്കാം. ആയിട്ടില്ല, ഇനിയും കുറച്ച് സമയം കൂടെ വേണ്ടി വരും. അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. ഉപ്പും പുളിയെല്ലാം പരുവമാണ്. പുളി ഒരുമിച്ച് കൂടിക്കിടക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. മീനൊന്നും പൊടിഞ്ഞു പോകില്ല. ഇനിയും കുറച്ചും കൂടെ വെള്ളം പറ്റാനുണ്ട്. അതേപോലെ തന്നെ ഇരിക്കട്ടെ. കുറച്ച് സമയം കൂടെ വേണ്ടി വരും. അടച്ചു വയ്ക്കാം. നമുക്ക് ഈ മീൻ എവിടെ വരെ ആയെന്ന് നോക്കാം. ഇത് ഓൾമോസ്റ്റ് പറ്റിയിട്ടുണ്ട്. നല്ല ചാറെല്ലാം നല്ല കുറുകി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തീ കുറച്ച് വെച്ചേക്കാം. തീരെ കുറച്ച് വെച്ചേക്കാം.
അങ്ങനെ ഇവിടെ നമ്മുടെ മീനെല്ലാം പാകമായിട്ടുണ്ട്. ഇത് ഇപ്പം ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഇപ്പം വേണമെങ്കിൽ ഈ മീൻ ചൂടോട് കഴിക്കാം, അതെല്ലാം ആറിയിട്ട് വേണമെന്നാൽ കഴിക്കാം. അല്ലെങ്കിൽ നാളത്തേക്ക് ഈ മീൻ ഏറ്റവും നല്ലതായിട്ടിരിക്കും. നല്ല ഉപ്പും പുളിയെല്ലാം പിടിച്ച് നല്ലതായിട്ട് ഇരിക്കും. അത് പിന്നെ പുളി എൻ്റെ പരുവത്തിനുള്ള പുളിയാണിത്. ചിലർക്ക് പുളി വളരെ കുറവ് ഉള്ളവർക്ക് വേണമെങ്കിൽ തിളയ്ക്കുന്ന സമയത്ത് പുളി ഇച്ചിരി കൂടുതലാണെന്ന് വന്നാൽ എടുത്ത് വെച്ചിട്ട് 1-2 കഷ്ണം എടുത്ത് പുളി മാറ്റിയാൽ മതി. എന്നാൽ എൻ്റെ പരുവത്തിനുള്ള പുളിയാണ്. ഏറ്റവും നല്ല കുറുകിയെല്ലാം ഇരിക്കുകയാണ്. നാളത്തേക്ക് നല്ലതായിട്ടിരിക്കും. ഉപ്പും പുളിയെല്ലാം പിടിച്ച് നല്ലതായിരിക്കും. ഇങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ ആയിരിക്കുകയാണ്.